ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. ശാലോം നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് ലോകമെമ്പാടുമുള്ളവരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുക. ഈ രാത്രി നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയോട് നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെടുന്ന, നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരുന്ന ഈ രാത്രി ഓർത്ത് നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞ് വലതേര് വീഴ്ത്തി ഒരു ഹല്ലേലൂയ ജീവനോടെ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്: നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥമായിരിക്കുന്നത് പോലെ മറ്റ് ഏത് ശ്രേഷ്ഠ ജനതയാ ഉള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ നിലവിളി കേട്ട് ദൈവം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഒരു ശ്രേഷ്ഠ ജനതയാണെന്ന് തിരിച്ചറിയുക. നമ്മുടെ നിലവിളികൾക്ക് അർത്ഥമുണ്ട് എന്ന് ദൈവം പഠിപ്പിക്കുക. നമ്മുടെ നിലവിളികളിലേക്ക് ദൈവം ഇറങ്ങി വന്ന് നമ്മുടെ പ്രശ്നങ്ങളിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും. ജെറമ്യായുടെ പുസ്തകം 33-ാം അധ്യായം 3-ാം തിരുവചനം പറയാണ്: എന്നെ വിളിക്കൂ, ഞാൻ നിനക്ക് മറുപടി നൽകും. നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തും. ദൈവത്തെ വിളിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നീ എന്നെ വിളിക്കുമ്പോൾ നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. ഹല്ലേലൂയ. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് സമീപസ്ഥമായിരിക്കുന്ന ഒരു ശ്രേഷ്ഠ, അതിശ്രേഷ്ഠ, അതിശ്രേഷ്ഠ വ്യക്തിയാണ് നീ. നീ വിളിക്കുമ്പോൾ നിന്റെ ബുദ്ധിക്ക് അതീതവും മഹത്വവും നിഗൂഢമായ കാര്യങ്ങൾ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് പഠിപ്പിക്കുകയാണ്: നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, നീ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നിന്റെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വരും. നിന്റെ കണ്ണുനീര് കർത്താവ് കാണും. നിന്റെ സങ്കടങ്ങൾ ദൈവം എടുത്തു നീക്കും. നിന്റെ കുടുംബത്തിലെ തകർച്ച കർത്താവ് എടുത്തു നീക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബത്തിലെ പ്രതിസന്ധികളിലേക്ക് ദൈവം കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിന്റെ ബിസിനസ് തകർന്നു പോയിട്ടുണ്ടോ? നീ വലിയ കടബാധ്യതയിലൂടെയാണോ കടന്നു പോകുന്നത്? നിങ്ങളുടെ മക്കളുടെ ഭാവി ഇരുളടഞ്ഞതാണോ? പാപത്തിന്റെ അന്ധകാരത്തിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയാണോ നീ? നിന്റെ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണോ? രാത്രി പോലും ഒന്ന് മനസമാധാനത്തോട് ഉറങ്ങാൻ പറ്റാത്ത വിധം ഹൃദയം ഉത്കണ്ഠ കൊണ്ട് ഭയം കൊണ്ട് ആകുലത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്റെ പ്രശ്നങ്ങൾ എത്തുന്നതിന് വലുതായിക്കൊള്ളട്ടെ. യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് യേശു നിന്റെ നിലവിളിയുടെ മുമ്പിൽ ഇറങ്ങി വരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരാൻ ആഗ്രഹിക്കുന്നു. ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളും ഒന്ന് ഉയർത്താം. ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സകലരുമേ ഈ കൂട്ടായ്മയുടെ ഒന്ന് ചേരുക. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് നമ്മുടെ ഇരു കരങ്ങൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തുക. ദൈവത്തിന്റെ അത്ഭുതകരമായ രാത്രി, ഒരു അനുഗ്രഹത്തിന്റെ രാത്രി, ഒരു അടയാളത്തിന്റെ രാത്രി, ഒരു അത്ഭുതത്തിന്റെ രാത്രി, പ്രശ്നങ്ങളിൽ നിന്ന് ഒരു വിടുതലിലേക്ക് ദൈവം നിന്നെയും എന്നെയും നയിക്കുന്ന രാത്രി. ആ കർത്താവിനെ കണ്ടുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ആ നാമത്തെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. ആദരം തുറന്ന് ശബ്ദം ഉയർത്തി യേശുവേ എന്നൊന്ന് വിളിച്ച് ആരാധിക്കാമോ? യേശുവേ എന്നൊന്ന് വിളിക്കുക. നിങ്ങളുടെ തകർച്ചകളിലേക്ക് യേശുവിനെ വിളിക്കുക. പരാജയങ്ങളിലേക്ക് യേശുവിനെ വിളിക്കുക. രോഗപീഠകളിലേക്ക് യേശുവിനെ വിളിക്കുക. ആത്മീയ ജീവിതത്തിന്റെ മുരടിപ്പും മടുപ്പിലേക്ക് യേശുവിനെ വിളിക്കുക. നീ തളർന്നു പോയ വ്യക്തിയാണോ? നീ നിരാശയ്ക്ക് അടിമപ്പെട്ട വ്യക്തിയാണോ?
നിന്റെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയോ? ഇരു കരങ്ങളും ഉയർത്തി നീ ആയിരിക്കുന്നിടങ്ങളിലേക്ക് യേശുവിനെ വിളിക്കുക. യേശുവേ എന്ന് വിളിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, അവിടുന്ന് എഴുന്നള്ളി വരണമേ. യേശുനാമത്തിന്റെ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. യേശുനാമത്തിന്റെ ശക്തി ഞങ്ങളിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, കർത്താവേ നന്ദി. ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് നന്ദിയോടെ തമ്പുരാന്റെ സാന്നിധ്യത്തിന്റെ മുമ്പിൽ ഒന്ന് നിൽക്കുക. നമ്മുടെ ജീവിതത്തിൽ അനേക വർഷങ്ങളും മാസങ്ങളും ആഴ്ചകളും ദിനങ്ങളും മണിക്കൂറുകളും കടന്നു പോയിട്ടുണ്ട്. എന്തുമാത്രം ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് സമീപസ്ഥനായിരുന്ന എത്രയോ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രിയരെല്ലാം നന്ദിയോടെ ഓർക്കേണ്ട സമയമാണ്. ഹൃദയം കൊണ്ട്, ജീവൻ കൊണ്ട്, ജീവിതം കൊണ്ട് കർത്താവിന് നന്ദി പറയാം. ആ സാന്നിധ്യത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. യേശുവിനോട് ചേർന്ന് എല്ലാ ഭാരങ്ങളും അസ്വസ്ഥതകളും അവനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി സ്വീകരിച്ച് നമുക്ക് അവനോട് ചേർന്ന് നിൽക്കാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നിൽ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ. വരും കാലമൊക്കെയും നിൻ കൃപ വരങ്ങൾ ചൊരിയുകയെന്നിൽ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താദി കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവകുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ.
സ്തുതിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായുനേ. സേവിച്ചിടാം യേശുവിനെ എന്നുമെന്നും അനന്യനേ. സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റവും പ്രിയനായവനേ. സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനേ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ